ഇന്ന് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും നിർബന്ധമായും അറിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജർമ്മനിയിൽ അസുഖമായാൽ ജോലിക്ക് പോകാതിരുന്നാൽ ശമ്പളം കിട്ടുമോ, അതോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണോ, അല്ലെങ്കിൽ കമ്പനി എന്നെ ജോബിൽ നിന്ന് പുറത്താക്കുമോ, ഒരു ദിവസം ഫീവർ വന്നാലും ഡോക്ടറിനെ കാണാനാകുമോ എന്നീ ചോദ്യങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം പ്രചരിക്കുന്നുണ്ട്. ഇന്ന് നിയമപരമായി ജർമ്മനിയിൽ സിക്ക് ലീവ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സാജി. ജർമ്മനിയിൽ എംപ്ലോയി റൈറ്റ്സ് വളരെ ശക്തമാണ്. പക്ഷേ റൈറ്റ്സ് ഉണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റീസും അതിൻ്റെ കൂടെയുണ്ട്. സിക്ക് ലീവ് എടുക്കുമ്പോൾ ശരിയായ നിയമങ്ങൾ പാലിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും. അതിനാൽ ഇന്നത്തെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോ കാണുന്നതിൽ ജർമ്മനിയിൽ നിന്നാണോ ഇന്ത്യയിൽ നിന്നാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നിങ്ങൾ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൻ്റെ പേരാണ് ഡോയ്ച്ച് മിറ്റ് സച്ചിൻ. നമുക്ക് എന്താണ് സിക്ക് ലീവ് എന്ന് നോക്കാം. ജർമ്മനിയിൽ അസുഖം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയെ ആർബൈറ്റ്സ് ഉൻഫെഹിഷ്കൈറ്റ് എന്ന് വിളിക്കുന്നു. സാധാരണമായി ആളുകൾ പറയുന്നത് ക്രങ്ക്ഷ്രൈബും അല്ലെങ്കിൽ ആർബൈറ്റ്സ് ഉൻഫെഹിഷ്കൈറ്റ്സ് ബെഷൈനികും എന്നാണ്. അതായത് ഡോക്ടർ നിങ്ങളെ പരിശോധിച്ച് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്നതാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസുഖമായാൽ ആദ്യം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾക്ക് ഫീവർ അല്ലെങ്കിൽ വൊമിറ്റിംഗ് അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള ചില അസുഖങ്ങൾ, അത് ഈവൻ ബാക്ക് പെയിനും ആയിക്കോട്ടെ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ എംപ്ലോയറിനെ ഉടനെ അറിയിക്കണം. ഇന്ന് ഞാൻ സിക്കാണ്, എനിക്ക് ജോലിക്ക് വരാൻ കഴിയില്ല എന്നറിയിക്കുക. അതിനുശേഷം ആവശ്യമായ ഡോക്ടറിനെ കാണണം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ. എല്ലാ കമ്പനികളുടെയും റൂൾസ് ഒരുപോലെയല്ല. ചില എംപ്ലോയീസ് ആദ്യ ദിവസം മുതൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം, ചിലരാകട്ടെ പിന്നീട് ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്, കമ്പനി പോളിസി ഇവ പരിശോധിക്കണം. അടുത്തതായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് സിക്ക് ലീവ് എടുത്താൽ സാലറി കിട്ടുമോ. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം. ജർമ്മനിയിൽ ചില സാഹചര്യങ്ങളിൽ സിക്ക് ലീവ് എടുത്താലും സാലറി തുടർന്നും ലഭിക്കാം. എന്നാൽ അതിന് നിയമപരമായ നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന് എംപ്ലോയ്മെൻറ്റ് റിലേഷൻഷിപ്പ്, എലിജിബിലിറ്റി, ശരിയായ രീതിയിൽ സിക്ക് ലീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ദീർഘകാല അസുഖമുണ്ടെങ്കിൽ പിന്നീട് വ്യത്യസ്ത നിയമങ്ങൾ ഇതുമായിട്ട് ബാധകമായിട്ട് നമുക്ക് വരാം. ഇനി നമ്മൾ നോക്കാം എന്താണ് ദീർഘകാല അസുഖം. ഒരു 2 ദിവസത്തെ ഫീവർ അല്ല, മാസങ്ങളോളം ചികിത്സ വേണ്ടി വന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റത്തിനും പ്രത്യേക നിയമങ്ങൾക്കും പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇവ സാധാരണ സിക്ക് ലീവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ സിക്ക് ലീവ് ദുരുപയോഗം ചെയ്താൽ? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഫേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അസുഖമില്ലാതെ സിക്ക് ലീവ്, സോഷ്യൽ മീഡിയയിൽ ഹോളിഡേ ഫോട്ടോസ്, എംപ്ലോയീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ, ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ജർമ്മനിയിൽ ഹോണസ്റ്റി എന്ന വേർഡിന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സോക്കോൾഡ് ഉഡായിപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ചില മിത്തുകളുണ്ട്. അതിലൊത്ത് ഒന്നാമതാണ് ഒരു ദിവസം സിക്കാണെങ്കിൽ പറയണ്ട എന്നുള്ളത്. തെറ്റാണത്. എംപ്ലോയറിനെ അറിയിക്കണം. മിത്ത് നമ്പർ 2, ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒരിക്കലും ആവശ്യമില്ല എന്നുള്ളത്. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെയല്ല. കമ്പനി റൂൾസ് അനുസരിച്ച് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, നിങ്ങളെ റിക്രൂട്ട് ചെയ്ത കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അനുസരിച്ച് ഇതിനൊക്കെ മാറ്റം വരും. മൂന്നാമത്തതാണ് സിക്ക് ലീവ് എടുത്താൽ ജോബ് പോകും. നിയമപരമായി സാഹചര്യം അത്ര ലളിതമല്ല. ഓരോ കേസും വ്യത്യസ്തമാണ്. മിത്ത് നമ്പർ 4, ഹോളിഡേയ്സിന് പോകാൻ സിക്ക് ലീവ് ഉപയോഗിക്കാം. അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത് ചില പ്രാക്ടിക്കൽ ടിപ്സാണ്. അതായത് ഒന്നാമത്, എംപ്ലോയീസിനെ ഉടൻ നിങ്ങൾ അറിയിക്കണം.
കമ്പനി പോളിസി എപ്പോഴും വായിക്കണം. ഞാൻ ഇവിടുന്ന് പോകുന്ന പിള്ളേരോട് പറയാറുണ്ട്, കോൺട്രാക്റ്റുകളൊന്നും ചെറിയ ഒരു വായിക്കാതെ ഒപ്പിട്ട് കൊടുക്കരുതെന്നുള്ളത്. ഡോക്ടറുമായിട്ട് എപ്പോഴും കൺസൾട്ടേഷൻ പോസിബിലിറ്റി ഉണ്ടാകുന്ന നോക്കുക. ഓരോ ഡോക്യുമെൻറ്റും വ്യക്തമായിട്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കണം. ഒരിക്കലും അസുഖമുണ്ടെന്ന് നിങ്ങൾ നടിക്കരുത്. അസുഖമുണ്ടെങ്കിൽ മാത്രം സിക്ക് ലീവ് എടുക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ എന്താണ് സിക്ക് ലീവ് എന്ന് പഠിച്ചു, എംപ്ലോയീസിനെ എപ്പോഴൊക്കെ അറിയിക്കണം എന്ന് പഠിച്ചു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റോൾ എന്താണെന്ന് പഠിച്ചു, സാലറി കട്ടാകുമോ ഇല്ലയോ എന്ന് പഠിച്ചു, ലോങ് ടേം ഇൽനെസ് വന്ന് എന്ത് ചെയ്യണമെന്ന് പഠിച്ചു, എന്തൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ് എന്ന് നമ്മൾ നോക്കി. ഓക്കെ, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മൾ റീസെൻ്റ് ആയിട്ട് സേഫ് ഹോം ജർമ്മനിയുടെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ലിങ്ക് അത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ കമൻറ്റായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും നമുക്ക് ഇതിനകത്ത് വീഡിയോ ഉണ്ട്. ജർമ്മനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ ചോദിക്കാം. ഞാൻ എപ്പോഴും അത് നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.